ഞങ്ങൾ കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശ ആർക്കും അത്ര താല്പര്യമില്ല. അപ്പോൾ അതിലെന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരുന്ന ആലോചിച്ച് കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ബീഫ് കീം ദോശ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിയത്. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കി, അത് വീട്ടിലെല്ലാവരും പരീക്ഷിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുക. അടുത്ത ദിവസം ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീഫ് കീം ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമുക്ക് വീഡിയോ എടുക്കാം. നമുക്കിതിൽ ഫസ്റ്റ് ആവശ്യം ബീഫ് കീമയാണ്. ബീഫ് കീമ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വേവിക്കുന്നതിന് മുമ്പ് ബീഫ് നന്നായിട്ടൊന്ന് അരച്ചെടുത്താണ് ബീഫ് കീമ എന്ന് പറയുന്നത്. അത് മാർക്കറ്റിൽ നമുക്ക് അതേ രൂപത്തിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ അതിന് മുന്നേ ഇത് ജസ്റ്റ് ഒന്ന് കീമാക്കി കാണിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കഴുകി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങളാണ് അതിലേക്ക് ആഡ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മളത് അടിക്കുന്നത്. അപ്പോൾ നമുക്കത് മിക്സിയിലിട്ട് അടിക്കാം. നമ്മുടെ ബീഫ് കീമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതിൽ ആദ്യം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യണേ. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഇത് മസാല ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇനി നന്നായിട്ട് എരിവ് വരും. അപ്പോൾ അത് ആവശ്യമുള്ള പോലെ നിങ്ങൾ ആഡ് ചെയ്യാം. ഇനി കൂടുതൽ വേണ്ടവർ അത് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകണം. നമ്മളിതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ബീഫിൽ നിന്നുള്ള സ്റ്റോക്ക് വരും. അപ്പോൾ അത് തന്നെ ഇട്ടിട്ട് വേവെന്തോളും. ഡ്രൈ ആയിട്ട് വേവുന്നതായിരിക്കും നല്ലത്. നമ്മളിതിൽ ഓൾറെഡി പച്ചമുളകും ഇഞ്ചിയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരു 2 വിസിൽ വരുന്ന വരെ നമ്മളതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ടേസ്റ്റ് കുറയും. വെള്ളം ഇല്ലാതെ വേവിച്ചാൽ മതി. നമ്മുടെ വിസിലൊക്കെ പോയി, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ബീഫ് നന്നായി വെന്തുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സബോള ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സബോളയാണ്. ഞാനൊരു 1.5 സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊന്ന് കളർ മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ വേഗം ഒന്ന് വഴറ്റി കിട്ടും. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പേസ്റ്റാക്കി 2 അരച്ചതായാലും കുഴപ്പമില്ല.
അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടാണ് നന്നായിട്ട് നടക്കുക. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം, ലോ ഫ്ലെയിമിലിടാം. നമ്മൾ ലോ ഫ്ലെയിമിലാണെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഞാനൊരല്പം മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കറി മസാല, നന്നായിട്ട് ഇതൊന്ന് ആഡ് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ആ സ്റ്റോക്കോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ, നമുക്ക് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് മുരിച്ചെടുക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ദോശയിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്കിത് ദോശയിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബീഫ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ദോശയിലേക്ക് കിടക്കാം. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നന്നായിട്ട് മുരിഞ്ഞ് വരണം. സബോളയൊക്കെ ഇതിൽ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ദോശയിലേക്ക് പോകാം. നമ്മൾ സാധാരണ ദോശമാവ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ദോശ വയ്ക്കാൻ പോവാണ്. നമ്മുടെ പകുതി വെന്തായി വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ബീഫിൻ്റെ കൂട്ട് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ടീസ്പൂൺ വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. നമ്മുടെ ദോശ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് പകുതി ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം.